On 1st October 2025, the second day of the 84th Global Conference of Finance, held from 30th September to 2nd October 2025 at Krista Shishya Ashram Tadagam, Coimbatore. After the early morning prayer and breakfast, the first session started around 8:45 a.m. with a singing by the choir. The first in the program was the second presentation on the theme by Reverend Father Dr. Bijesh Philip. Reverend Father K. John Kutti welcomed the speaker. ബഹുമാനപ്പെട്ട ജോൺ കുട്ടി അച്ഛൻ പറഞ്ഞു നിർത്തിയത് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ്. ഈ ത്യാഗമെന്ന് പറയുന്നത് സ്വാർത്ഥത ത്യജിച്ച് പങ്കിടീലിന്റെ സന്തോഷത്തിലേക്ക് വരണം. പങ്കിടീലിന്റെ സന്തോഷാനുഭവം ഉയർത്തെഴുന്നേൽക്കണം. മരിക്കണം, സ്വാർത്ഥത മരിക്കണം. അപ്പൊ ത്യജിക്കേണ്ടത് തികഞ്ഞ സെൽഫ് സെന്റേർഡ്നെസ്, സ്വാർത്ഥതയാണ്, സെൽഫിഷ്നെസ് ആണ്. എന്നിട്ട് അഗാപ്പെ ലവ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഭൂവിനാശേഷം എന്നുള്ള തിരുമേനിയുടെ പുസ്തകത്തിൽ തിരുമേനി പറയുകയാണ്, ദൈവദാനമായ വിദ്യാഭ്യാസം, സമ്പത്ത്, ആരോഗ്യം, ഭക്ഷണം, വസ്ത്രം, ജോലി, മരുന്ന്, ഭവനം, ആരാധന, സമാധാനം, സന്തോഷം മുതലായവയെല്ലാം പങ്കിടുന്നതാണ് മിഷൻ. Father Bijesh Philip presented the theme with special emphasis on the life and philosophy of the founder of finance, late lamented Dr. Georgis Mar Ostatios. The full speech is covered in a separate video. Father Bijesh Philip also replied to the questions raised by the participants. നമ്മൾ വേദവാക്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവാണ് എഴുതിയവർക്ക് കൊടുത്തിരിക്കുന്നത്. ഒരേ ഒരു പരിശുദ്ധാത്മാവ് കൊടുക്കുമ്പോൾ പലർക്കും പല രീതിയിലാണ്. പഴയ നിയമത്തിൽ കൃത്യമായിട്ട് ദൈവകൽപ്പനയായിട്ട് പറയുന്നുണ്ട് പല രീതിയിൽ. അതാണ് ദൈവവചനം. പഴയ നിയമത്തിൽ രണ്ട് സ്ട്രീം ഓഫ് തോട്ട്. ഒന്ന് ആ വിധത്തിലുള്ള യഥാർത്ഥ ദൈവികമായിരിക്കുന്ന നീതിയും സ്നേഹവും സത്യവും പഠിപ്പിക്കുന്ന ഒരു പ്രോഫറ്റിക് സ്ട്രീം ഓഫ് തോട്ടാണ്. അതിൻ്റെ കൾമിനേഷനും ഫുൾഫിൽമെന്റും പൂർണ്ണതയും പൂർത്തീകരണവുമാണ് ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്. ആ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലും ക്രിസ്തു വെളിപ്പെടുത്തിയ അഗാപ്പെ സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ നിന്ന് നോക്കുമ്പോൾ പഴയ നിയമത്തിൽ ചില കാര്യങ്ങൾ ഇതിന് ചേരാത്തതായിട്ട് വരുന്നു. അപ്പം അതിനെ പൂർണ്ണമായിട്ടും ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 100% ദൈവീയമാണെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ പേരിൽ എല്ലാവരെയും കുഞ്ഞുകുട്ടികളെ ഉൾപ്പെടെ കൊല്ലാനായിട്ട് പറയുന്നത്. അപ്പം അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ആ മത സമൂഹത്തിന്റെ വർഗീയ ചിന്തകളും സ്വാർത്ഥതകളും നേതാക്കളിലൂടെയാണെങ്കിലും കുറച്ചെങ്കിലും കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് അതിന് പറയാൻ നൽകുന്ന ഒരു ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമം ക്രിസ്തു വായിച്ചു പഠിച്ച പുസ്തകം പഴയ നിയമമാണ് എങ്കിൽ തന്നെയും ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത് ആ പഴയ നിയമത്തിലെ കാര്യമല്ലല്ലോ. ആ ക്രിസ്തു കാണിച്ചു തന്ന മാർഗമല്ലേ നമ്മൾ പഴയ നിയമം വായിച്ചുകൊണ്ട് തന്നെ ഫോളോ ചെയ്യേണ്ടത്. അതിൻ്റെ അച്ഛൻ്റെ ആൻസർ. പഴയ നിയമത്തെ യേശു അവിടെ എവിടെയും കോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ വരുന്നു. കൊല ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഈ പഴയ നിയമത്തിലെ തന്നെ ദൈവികമായ കാര്യങ്ങൾ തെരഞ്ഞെടുത്താണ് ക്രിസ്തു ഹൈലൈറ്റ് ചെയ്തത്. എന്നിട്ട് അതിന് വീണ്ടും കുറച്ചും കൂടി ആഴങ്ങളിലേക്ക് കടക്കണമെന്ന് പറയുകയാണ്. നിന്റെ ഉള്ളിൽ വിദ്വേഷത്തോടെ ചിന്തിക്കുന്നതും സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നതും പോലും ഒരു വിധത്തിൽ പറഞ്ഞാൽ കൊലപാതകത്തിന് ഈക്വലാണ്. അത്ര നീ ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. കൊലപാതകത്തിന് ഇപ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിരിക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണ്. ഒത്തിരി സന്തോഷം തോന്നിയ സെഷനാണ്. പ്രത്യേകിച്ച് ഫൈനാൻസിൻ്റെ ഉദ്ദേശം എൻ്റെ ഒരു ചിന്തയിൽ ഭാഗ്യസ്മരണായ വസ്ത്രത്തിൽ ശ്രീമേനി ഒരു പക്ഷേ ആഗ്രഹിച്ചതായിരിക്കണം. മിഷൻ സ്റ്റഡീസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ളൊരു അസോസിയേഷനാണ്. അതിനെ ഇന്നലെ ഉണ്ടാവും.
പണവും സൗകര്യങ്ങളും ഭക്ഷണവും വസ്ത്രവും മാത്രമല്ല യേശു ക്രിസ്തുവിനെയും പങ്കുവെക്കണം. നമ്മിൽ അനേകരെ ആത്മീയമായി സമ്പന്നമാക്കുന്ന വലിയൊരു സംഭവമാണ്, അനുഭവമാണ്. അപ്പൊ അതും കൂടെ പങ്കുവെക്കാനായിട്ടും ശ്രദ്ധിക്കണമെന്നും തിരുമേനി പടികൂടാതെ പറയുന്നുണ്ട്. Mr. David Thomas proposed a vote of thanks. His Grace Dr. Yohanan Mar Theodoros, in his short exhortation, reminded the participants that the late lamented Georgis Maros Thathios is still with us in spirit wherever we go. Mr. Thomas Paul made announcements regarding few changes in the names of leaders for group discussion and also distributed the topics for discussions by taking lots. The second session in the morning was also a talk on the theme. Dr. Matthew Dan Trivandrum welcomed the speaker, Professor K.C. Mani, Secretary, Mission Board. ഈ ക്ലാസ്സിന് ഞാൻ സാധ്യസ്ഥിതിനെ ജീവിച്ചിരുന്ന കാലത്ത് ഐരാമസിന്റെ അംഗങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു തിരുമേനിയുടെ. Mr. K. George Kutti Pandalam proposed a vote of thanks. The meeting then dispersed for tea. The third session started at 11 a.m. Mr. P.S. Joy Katanam introduced and welcomed the speaker, Very Reverend Father Bezalel Ramban. The topic of the message was again based on the theme, with special reference to the life and testimony of Bishop Pakenham Walsh and Mrs. Clara Walsh as role models. The full speech is covered in a separate video. Mr. Johnson Thomas Pudupalli proposed a vote of thanks. His Grace Dr. Gabriel Mar Gregorios then gave the concluding remarks for the morning session. Mr. Raju Daniel, Secunderabad, proposed a vote of thanks. After the noon prayer, the morning session concluded and was dispersed for lunch. The afternoon session started with the group discussion. Professor Dr. Philippos Joshua and Mr. K.G. Mathai Kutti together coordinated the group discussion, for which the entire participants were divided into 8 groups with the following members acting as group leaders. Group 1, Very Reverend Father Philippos Ramban and Mrs. Rina Joseph. Group 2, Reverend Father Joseph Matthew Ilambal and Mr. Isaac Thomas. Group 3, Dr. Matthew Dan and Dr. Elsu George. Group 4, Reverend Father John Kutti Nallila and Mrs. Annie S. Varghese. Group 5, Mr. P.S. Joy and Mr. Thomas Lal. Group 6, Reverend Father Binumon B. Kundara and Mrs. Annie Emma Thomas. Group 7, Mrs. Suma Thomas and Mr. M.G. Wilson. Group 8, Mr. P.A. John and Mr. Punnus Abraham. Topics for each group for discussion were distributed by taking lots.
After the group discussion, the leaders presented a brief report of the outcome of their discussions. Reverend Father Varghese P. Idichandi summed up the reports and gave the concluding remarks on the discussions. എന്നെ ആകർഷിച്ചത് അനുഗ്രഹപത്രം സഭയിൽ ഒരു ശ്രേഷ്ഠ പിതാവ് പിതാവിൻ്റെ ജീവിതകാലത്ത് നമ്മളിലൂടെയൊക്കെ സഞ്ചരിച്ച ഒരു പ്രകാശവും ഒരു എനർജിയും ഉണ്ട്. അതാണ് നിങ്ങളെ ഇവിടെ കൂട്ടിവരുന്നത്. ഒരുപക്ഷെ ഈ 8 പോയിന്റുകളുടെ ഉത്തരം നിങ്ങൾ ഓരോരുത്തരും എല്ലാ ഗ്രൂപ്പിൻ്റെയും ഇത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരും ചേർന്ന് നല്ലൊരു കാര്യമാണ്. Mr. K.G. Mathaykutti expressed his appreciation to all the groups for participating in a disciplined manner. The meeting was then dispersed for tea. Miss Susan Matthew, the regular and often lone participant from Coimbatore in most of the INAM's conferences, entertained the gathering with her performance. Reverend Father Binimon B. Kundara introduced and welcomed the speaker for the Bible study. Reverend Father Varghese P. Idichandi took the Bible study, the full talk of which is covered in a separate video. Mr. Alexander Madavilla proposed a vote of thanks. In the concluding session that followed, Mr. Jose P.T. Nallila welcomed the speakers. Very Reverend Father Yohanan Ramban, Mr. C. George Kundara, and His Grace Dr. Gabriel Mar Gregorios spoke in the concluding session. Mr. Thomas Paul, General Secretary, made the announcements and proposed a vote of thanks. The meeting was then dispersed for supper and rest for the night.